ട്രംപ് ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളും ട്രംപിന്റെ നയവുമൊക്കെ അമേരിക്കയെ ചതിക്കുന്നു എന്ന് ആണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. 2008 സാമ്പത്തിക മാന്ദ്യം, അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യം മുൻകൂട്ടി പ്രവചിച്ച മാർക്ക് സാൻഡിയുടെ പുതിയ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അമേരിക്കയുടെ GDP സംഭാവന ചെയ്യുന്ന 1/3 സംസ്ഥാനങ്ങൾ ആ ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്നും വളരെ താഴേക്ക് പോയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളും ഇതേ വഴി തന്നെ മുൻപോട്ട് പോകുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ സാധനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ വില കയറ്റം ഉണ്ടായിരിക്കുന്നു. ഇത് വിപണിയെ ബാധിക്കും. ഓഗസ്റ്റിൽ 92,000 പേർക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ 21,000 പേർക്ക് നൽകുവാനാണ് കഴിഞ്ഞത് എന്ന് ചില റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. നിലവിൽ 2.7% വാർഷിക പണപ്പെരുക്ക് നിരക്ക് അമേരിക്കയിൽ. അത് ഒരു വർഷത്തിനുള്ളിൽ 4% എത്തും എന്ന് പറയുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ഉപഭോക്താക്കൾക്ക്, അതായത് ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ വരും. അതിന്റെ വാങ്ങൽ ശേഷി കുറയും. കാരണം നമുക്കറിയാം, പണപ്പെരുപ്പം ഉയർന്നു കഴിഞ്ഞാൽ ഒരു സാധനത്തെ കൂടുതൽ പണം പിന്തുടരുന്ന അവസ്ഥയാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ചില സാധനങ്ങൾ വാങ്ങാൻ വലിയ രീതിയിൽ പണം മുടക്കേണ്ടതായി വരും. അപ്പോഴത് എല്ലാവർക്കും അത് വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് വളരെയധികം വർദ്ധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2020 അതായത് കോവിഡിന്റെ ആ ഒരു കാലത്തിന് തൊട്ട് മുമ്പ് അമേരിക്കയിലെ തൊഴിൽ വളർച്ച 1,77,000 ആണെങ്കിൽ ഇപ്പോഴത് കുറഞ്ഞ് 85,000 എത്തി നിൽക്കുന്നു. അതായത് വലിയ തൊഴിൽ നഷ്ടം സംഭവിക്കുന്നു അമേരിക്കയിൽ. ഒപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന ആ സാധനങ്ങൾക്ക് മറ്റുമൊക്കെ ഒരു വലിയ വിലക്കയറ്റം തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. അത് വർദ്ധിക്കുകയായിരിക്കും. ഈ ഒരു സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രംപ് ഇപ്പോൾ താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ അവിടുത്തെ തൊഴിലവസരങ്ങൾ, IT സോഴ്സിന്റെ ഒക്കെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കും എന്ന് പറയുന്നു. കൂടുതൽ അമേരിക്കൻസിന് ജോലി നൽകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. ഇതെല്ലാം മറികടക്കാൻ ട്രംപ് കാണുന്ന ഒറ്റ മൂലി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ ഇടങ്ങളിൽ സംഘർഷമുണ്ടാക്കുക, ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിച്ചുവിടുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റു ചില വാർത്തകളും. ഏതായാലും ട്രംപിന്റെ പരിഷ്കാരം അമേരിക്കയെ തുണച്ചില്ല എന്ന് മാത്രമല്ല, തകർക്കാൻ ഉതകുന്നതുമാണ് എന്നാണ് ഈ പറയുന്ന മാർക്ക് സാൻഡിയെ പോലുള്ള പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്.